അതായത് 77 മുതൽ 87 മരിക്കുന്നത് വരെ MGR ആയിരുന്നു അവിടെ മുഖ്യമന്ത്രി. MGRനെ ആര് തോൽപ്പിക്കാൻ? ഇന്ദിരാഗാന്ധി നോക്കിയിട്ടുണ്ട്, മറ്റ് പലരും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും DMK എല്ലാം അമ്പേ പരാജയമായിപ്പോയി. അദ്ദേഹം ജീവിച്ചിരുന്ന നാള് പിന്നെ ഒരിക്കൽ പോലും DMKക്കും കരുണാനിധിക്കും അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല. എല്ലാ അടവുകൾ പയറ്റിയിട്ടു. അപ്പോൾ 77 അദ്ദേഹം മരിച്ചപ്പോൾ, 87 അദ്ദേഹം മരണമടഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഭാര്യയെ ജാനകി രാമേന്ദ്രനെയാണ് മുഖ്യമന്ത്രിയാക്കിയത്. പക്ഷെ ജനങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നുള്ളതാണ്. സിനിമയിലെ ഭാര്യയായ ജയലളിതയാണ് ആളുകൾക്ക് ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞതെന്നുള്ളത്. അതാണ് അവർ റിയാലിറ്റിയെ മറന്നുകൊണ്ട് അവർ ആ സെല്ലുലോയിഡിൽ ഭ്രമിച്ചു നിൽക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് ജയലളിത കയറി വീണ്ടും AIDMKയുടെ തലപ്പത്ത് വരികയും അവർ അധികാരം പിടിക്കുകയും ചെയ്തു. പക്ഷെ വേറൊന്നും കൂടി നമ്മൾ മറന്നുകൂടാ. ഈ സിനിമയിലെ മാത്രമല്ല, അവർ രാഷ്ട്രീയത്തിലും അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി MGR ചെയ്ത കാര്യങ്ങൾ അതാണ് അദ്ദേഹത്തെ. MGRന്റെ ഒരു പ്രത്യേകത എന്താ അറിയുമോ? MGR മുന്നോട്ട് വന്നത് എന്താണ്? DMKയുടെ കരുണാനിധിയുടെ അഴിമതിയാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നത്. ഇന്ന് വിജയും ജയലളിതയും അത് തന്നെയാണ് കൊണ്ടുവന്നത്. DMKയുടെ കഴിവുകേടുകൾ, അവരുടെ അഴിമതിയൊക്കെയാണ് അവർ പുറത്തുകൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞത്. ഇന്ന് വിജയ് ചെയ്യുന്നത് അതാണ്.